തീർച്ചയായും രണ്ട് പ്രധാന ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാണ് ഡിയോർബിറ്റ് ബേൺ, മറ്റൊന്ന് സ്പ്ലാഷ് ഡൗൺ. അതിൽ ഏറ്റവും സങ്കീർണമായ, ഏറ്റവും നിർണായകമായ ഡിയോർബിറ്റ് ബേൺ ആണ് വളരെ അനായാസകരമായി യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളുമില്ലാതെ പൂർത്തിയാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഡിയോർബിറ്റ് ബേൺ പ്രക്രിയ പൂർത്തിയായതായി നാസ തന്നെ അറിയിച്ചിരിക്കുന്നു. അങ്ങനെ ഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ 7.5 മിനിറ്റാണ് വളരെ വളരെ നിർണായകം എന്ന് നാസ തന്നെ സമ്മതിച്ചിരുന്ന ഘട്ടം. ഒരുപക്ഷെ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ള, ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ മറികടക്കാവുന്ന തരത്തിലുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്ന ഘട്ടം അത് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഭൂമിയുടെ ഓർബിറ്റിലേക്ക് സുനിത വില്യംസും സംഘവും മടങ്ങി വരികയാണ്. ഇനി വെറും അരമണിക്കൂറിന്റെ കാത്തിരിപ്പ് മാത്രമാണ് ഈ സ്പ്ലാഷ് ഡൗണിന് ഉള്ളത്. അതിനുശേഷം 1 മണിക്കൂറും 17 മിനിറ്റും കൊണ്ട് അവരെ തിരികെ വീട്ടിലേക്ക് എന്നാണ് ഇപ്പോൾ നാസ തന്നെ പറയുന്നത്. ക്രൂ വെൽക്കം ഹോം എന്നാണ് അവർ അതിനിട്ടിരിക്കുന്ന തലക്കെട്ട്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇനിയുള്ളത്. ഇനി ഈ പേടകത്തിന്റെ വേഗതയടക്കം നിയന്ത്രിച്ചുകൊണ്ട് ഉൾക്കടലിലേക്ക് ഈ പേടകം വന്ന് പതിക്കും. പാരച്യൂട്ടുകളടക്കം അതിനായി സജ്ജീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ 4 യാത്രികരും വളരെ സന്തോഷകരമായി തന്നെ അവർ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളില്ലാതെ ഇരിക്കുന്ന ദൃശ്യങ്ങളും അല്പം മുമ്പ് നമ്മൾ കണ്ടു. യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളില്ല. എല്ലാം നേരത്തെ അവർക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ് എല്ലാം ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു. ഇനി വെറും അരമണിക്കൂർ മാത്രമാണ് സ്പ്ലാഷ് ഡൗണിനായി ഉള്ളത്. ഏറ്റവും നിർണായകമായ, സങ്കീർണമായ, ഒരുപക്ഷെ അപകടം സംഭവിച്ചേക്കാവുന്ന ഘട്ടം വളരെ വിജയകരമായി തന്നെ പിന്നിട്ടിരിക്കുന്നു. ഇനി അത്രയൊന്നും ആശങ്കപ്പെടുത്തുന്ന ഘട്ടങ്ങളില്ല. കടലിലേക്ക് പതിക്കുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ അവരെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനോടകം അവിടെ തയ്യാറായി കഴിഞ്ഞു. അതിനുശേഷം അവരെ നാസയുടെ തന്നെ ആശുപത്രിയിലേക്കായിരിക്കും മാറ്റുക. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് തിരികെ വീണ്ടും പരീക്ഷണങ്ങളുടെയും ബഹിരാകാശ ദൗത്യങ്ങളുടെയും ലോകത്തിലേക്ക് ഈ സഞ്ചാരികളെ മടക്കിക്കൊണ്ടുവരാനുള്ള ദൗത്യമായിരിക്കും ചെയ്യുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം പിന്നിട്ടിരിക്കുന്നു. ഇനി വെറും അരമണിക്കൂർ മാത്രമാണ് സ്പ്ലാഷ് ഡൗൺ എന്ന ഏറ്റവും അവസാനത്തെ, ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്കുള്ളത്. ഇനി അതിനായുള്ള കാത്തിരിപ്പാണ്. അതിനുള്ള എല്ലാ ഘട്ടങ്ങളും വളരെ വിജയകരമായി തന്നെ ഇതിനോടകം പൂർത്തീകരിച്ച് കഴിഞ്ഞു. കൺട്രോൾ റൂമുമായിട്ടുള്ള ബന്ധം 7 മിനിറ്റ് വരെ നഷ്ടപ്പെട്ടേക്കാം എന്നൊക്കെയുള്ള ആശങ്കകളുണ്ടായിരുന്നു. ട്രങ്ക് വിച്ഛേദിക്കുന്ന പ്രക്രിയയാണ് ആദ്യഘട്ടത്തിൽ വിജയകരമായത്. അതിനുശേഷം ബാറ്ററിയിലാണ് ഡ്രാഗൺ പ്രവർത്തിച്ചത്. ആ സമയത്ത് തന്നെ നാസ പറഞ്ഞതെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു. അതിനുശേഷം ഡിയോർബിറ്റിംഗ് ആരംഭിച്ചു. അത് 7.5 മിനിറ്റ് നീണ്ടു നിൽക്കും എന്ന് നാസ അറിയിച്ചു. അതും വിജയകരമാണ് എന്ന് ഏറ്റവും ഒടുവിൽ അറിയിക്കുകയാണ്. ഇനി ഇപ്പോൾ സ്പ്ലാഷ് ഡൗണിലേക്കുള്ള കാത്തിരിപ്പ് വെറും അരമണിക്കൂർ എന്ന രീതിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. വിനീത, അപ്പോൾ എല്ലാം പ്രതീക്ഷിച്ചതുപോലെ അണുകിട വ്യത്യാസമില്ലാതെ എല്ലാം വിജയകരമായി പൂർത്തീകരിക്കാൻ നാസയ്ക്ക് കഴിഞ്ഞു. കാലാവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ പറഞ്ഞ സമയത്തിൽ ഒരു മാറ്റം ഉണ്ടാവുക എന്നാണ് നാസ അറിയിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥയെല്ലാം അനുകൂലമാണ്. എന്തായാലും ഇപ്പോൾ ഡ്രാഗൺ ഫ്രീഡം പേടകം ഭൂമിയിലേക്ക് പതിക്കുകയാണ്. അതിനായുള്ള കാത്തിരിപ്പിലാണ്. ഡിയോർബിറ്റിംഗ് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അരമണിക്കൂറിൽ താഴെ ദൈർഘ്യം മാത്രമേ ഇനി സ്പ്ലാഷ് ഡൗൺ ഉള്ളൂ. അതുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തും. ഈ യാത്രികരെ ഷിപ്പുകളിലേക്ക് മാറ്റും. അവിടെ നിന്ന് വേഗത്തിൽ തന്നെ അവർക്കായി ഒരുക്കിയിട്ടുള്ള സജ്ജീകരണങ്ങളിലേക്ക് അവരെ മാറ്റുകയും ചെയ്യും. ഇന്ന് 5 മണിക്ക് ഇതെല്ലാം പൂർത്തിയാക്കി 5 മണിക്ക് ഇന്ത്യൻ സമയം 5 മണിക്കാണ് നാസ അധികൃതർ ഈ വിജയ ദൗത്യത്തെ കുറിച്ച് അന്താരാഷ്ട്ര ജനസമൂഹത്തോട് പറയാനുള്ള വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ആ സമയമാകുമ്പോഴേക്ക് ഏകദേശം എല്ലാം പൂർത്തിയാകും. അതിനു മുൻപ് തന്നെ ഇവരെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റി അവർക്ക് ആവശ്യമുള്ള പരിചരണമൊക്കെ നൽകും. ഏതായാലും അതുവരെയുള്ള എല്ലാ ദൃശ്യങ്ങളും തത്സമയം തന്നെ നാസ ഇപ്പോൾ നൽകുന്നുണ്ട്. ലോകത്തിന്റെ എല്ലായിടത്തു നിന്നും ആളുകൾ നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. ആ കാത്തിരിപ്പ് ഇത് അവസാനിക്കാൻ പോകുന്നു. സുനിത വില്യംസ് സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം ഭൂമിയിലേക്ക് സുനിത വില്യംസും സംഘങ്ങളും മടങ്ങിയെത്തുകയാണ്. അരമണിക്കൂറിൽ താഴെ ഏറ്റവും നിർണായകമായ ഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. ഭൂമിയുടെ ഓർബിറ്റിൽ എത്തിയിരിക്കുന്നു പേടകം, ഡ്രാഗൺ ക്രൂ പേടകം എന്നതാണ്.